Good morning to all. Welcome to our Hindi class. How are you? In the last class we have discussed about 6th chapter Motor Bailgadi Samvad. I think all of you read well. Okay. Today we are going to start in the rest. All of you take your books, open page number 36. മോട്ടോർ ബൈൽഗാഡി സംവാദ്. നമ്മൾ പറഞ്ഞു മോട്ടോർ ബൈൽഗാഡി സംവാദിനെ കുറിച്ച്. എന്താ മോട്ടോർ ബൈൽഗാഡി സംവാദ്? മോട്ടോർ ബൈൽഗാഡിയെ പറയുന്നു. ബൈൽഗാഡി മോട്ടറിൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നു. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബൈൽഗാഡീൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മോട്ടറിൻ്റെ കുറ്റങ്ങൾ കുറവുകൾ എന്താ, ബൈൽഗാഡീൻ്റെ എന്താണെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഓൾ ഓഫ് യു ഓപ്പൺ പേജ് നമ്പർ 36. तो बैलगाड़ी मैं तुम्हें खूब समझती हूँ, तुम्हारी नस नस की जानकारी है मुझे. तुम हिंसा की उपासिका हो, सड़क पर दौड़ती हो तो पैदल चलने वालों और पशुओं की जान की चिंता नहीं करती. जीव जंतुओं और पदयात्रियों को कुचलकर और पुलिस की आंख बचाकर भाग जाती हो और बनती हो नगर की शोभा. ऐसी शोभा मुझे नहीं चाहिए. तुम्हें अपने जन्म स्थान अमेरिका पर गर्व है तो मुझे अपने देहात पर. ओके, मोटर. അപ്പോൾ മോട്ടർ എന്താ പറയുന്നത്? सड़क के नियम जो नहीं मानेगा वह मेरी चपेट में आएगा ही. मैं हॉर्न देकर सावधान कर देती हूँ, फिर भी यदि कोई न सुने तो मैं क्या करूँ? मुझे अंधेरे में आंधी तूफान में दौड़ना पड़ता है. तुम्हारी तरह कायर नहीं है, वीरांगना हूँ. मैं पहाड़ों पर फटाफट चढ़ जाती हूँ. है तुम्हें इतना दम? മോട്ടർ പറയാൻ മറുപടിയായിട്ട്, सड़क के नियम जो नहीं मानेगा वह मेरी चपेट में आएगा. റോഡിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ പോകുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ഗ്രിപ്പിനടിയിലായിപ്പോവും. മേം ഹോൺ ദേക്കർ സാവധാൻ കർ ദേത്തി ഹോ. ഞാൻ ഹോൺ അടിച്ചിട്ട് അങ്ങ് പോകും, ശ്രദ്ധയോടെ തന്നെ ഞാൻ പോകുന്നത്. ഫിർ ബി യദി കോയി ന സുനോത്തോ, അതാരെങ്കിലും കേൾക്കാതിരിക്കുകയാണെങ്കിൽ മേം ക്യാ കരൂ. അത് കേൾക്കാതിരിക്കുന്നത് എൻ്റെ കുറ്റമല്ലല്ലോ, ഞാൻ എന്താ ചെയ്യാം. മുझे അന്ധേരമേം, എനിക്ക് എങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നറിയോ? അന്ധേരമേം, ഇരുട്ടിൽ പോകാം. ആന്ധി തൂഫാൻമേം, കൊടുങ്കാറ്റിലും കൊടുങ്കാറ്റിൽ എനിക്ക് പോകാൻ പറ്റും. തൂഫാൻമേം ദൗഡ്ന പടുത്താഹും, അതിലൊക്കെ എനിക്ക് പോകാൻ സാധിക്കും. തുമാരി തര കായർ നഹി ഹേ, തുമാരി തര, നിന്നെപ്പോലെ ഞാനൊരു കവാഡ്, ഭീരുവല്ല. കായർ, കവാഡ്. ഞാൻ വീരാങ്കനാഹും, ഞാൻ വീരനാണ്, ധീരനാണ്. എനിക്ക് കൊടുങ്കാറ്റിലും പേമാരി, നല്ല മഴയുള്ള സമയത്ത് എനിക്ക് ഓടാൻ സാധിക്കും. അന്ധേരമേം, ഇരുട്ടിൽ എനിക്ക് ഓടാൻ സാധിക്കും. ഞാൻ നിന്നെപ്പോലെ ഭീരുവല്ല, വീരാങ്കനാഹും. മേം പഹാഡോं पर फटाफट चढ़ जाती हूँ. ഞാൻ പർവ്വതങ്ങളിലേക്കൊക്കെ, അതായത് കുന്നും മലയൊക്കെ ഞാൻ ചാടി കയറും. തുമ്മേം ഇതിനാ ദം, നിനക്കുണ്ടോ അത്രയും പവർ? നിനക്ക് ഇത്രയും പവർ ഉണ്ടോ എന്നെപ്പോലെ? തീർച്ചയായിട്ടും ഞാൻ നിന്നെക്കാളും ഉയരത്തിൽ തന്നെയാണെന്ന് ആര് പറഞ്ഞു? മോട്ടർ. ലാസ്റ്റായിട്ട് ബൈൽഗാഡീൻ്റെ മറുപടി ശ്രദ്ധിക്കാം. യദി ഇतना दम न होता तो हजारों वर्षों से यात्रियों की सेवा न करती आ रही होती. मैं सदियों से इसी तरह का जीवन बिताती आ रही हूँ. मैंने अपना रंग रूप नहीं बदला है. मेरी जो शक्ति है उस पर मेरा अधिकार है. हालांकि जो यंत्र तुम्हारे दास है वही तुम्हारे जीवन का अंत भी कर देते हैं. मुझे ऐसा कोई भय नहीं है. जब तुम बेकाम हो जाती हो तब तुम्हारा शरीर किसी काम नहीं आता, जबकि मेरे शरीर का एक एक टुकड़ा किसी न किसी काम आता है, चाहे वह मुझ में लगा लोहा हो या लकड़ी. तुम विज्ञान की देन हो. आधुनिक वैज्ञानिकों ने मेरा अनुकरण करके ही तुम्हें जन्म दिया है. यदि मैं न होती तो तुम भी न हुई होती. मैं ही तुम्हारी जन्मदात्री हूँ. वह गौरव मुझे ही प्राप्त है, तुम्हें नहीं.
अब जाओ, सड़क खाली पड़ी है, उस पर दौड़ो, मुझे चुपचाप यही विश्राम करने दो. ലാസ്റ്റ് മറുപടി എന്താ ശ്രദ്ധിക്കുക, മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും? यदि इतना दम न होता तो हज़ारों वर्षों से यात्रियों की सेवा न करती आ रही होती. നിനക്ക് ഇത്രയും പവർ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഒരു പക്ഷേ എനിക്ക് ഇത്ര പവറൊന്നും ഇല്ലെങ്കിലും 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. मैं सदियों से इसी तरह का जीवन बिताती है. ഞാൻ എന്താണ് സെഞ്ചുറികളായിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैंने अपना रंग रूप नहीं बदला है. ഞാൻ എൻ്റെ രൂപമോ നിറമോ ഒന്നും മാറ്റാറില്ല. വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് എൻ്റെ രൂപം, ഞാനിത് മാറ്റാറില്ല. മേരി ജോ ശക്തി ഹെ, എന്നിൽ എന്തൊരു ശക്തിയാണോ പവറാണോ ഉള്ളത്, ഉസ് പർ മേര അധികാർ ഹെ, അതെൻ്റെ സ്വന്തമാണ്, അതിനെനിക്കൊരു അധികാരമുണ്ട്. നിന്നെ പോലെ ആരെങ്കിലും പെയിൻ്റ് അടിച്ചിട്ടോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് അത് പെയിൻറ്റ് മാറ്റി കൊടുക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കില്ല. എന്നിൽ എന്ത് ശക്തിയാണോ ഉള്ളത്, വർഷങ്ങൾക്ക് മുൻപേയുള്ള ജോലിയാണ് ഞാനിത്. എന്നിലുള്ള ശക്തി എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് അതെൻ്റെ അധികാരമാണ്. ഹാലാങ്കി ജോ യന്ത്ര തുമാരെ ദാസേ ആൾദോ, ഒരു പക്ഷേ നിൻ്റെ യന്ത്രം തുമാരെ ദാസേ, നിൻ്റെ ദാസനാണ് നിൻ്റെ യന്ത്രം എന്ന് പറയുന്നത്. ആ യന്ത്രം ഇല്ലെങ്കിൽ നിനക്ക് അനങ്ങാൻ പറ്റില്ല, അത് പെട്ടെന്ന് എപ്പോഴാണ് ഫെയിലായി പോകുമെന്ന് പറയാൻ പറ്റില്ല. ആ ഫെയിലായി പോയി കഴിഞ്ഞാൽ നീ അപ്പോൾ അവിടെ സ്റ്റോപ്പാവും. വഹി തുമാരെ ജീവൻ കാ അന്ത്യ ഭി കർത്തേ ഹെ, നിൻ്റെ ജീവൻ്റെ അന്ത്യം നിർണ്ണയിക്കുന്നത് ആരാ? ആ മെഷീനാണ്. മുझे ऐसा कोई ഭയ नहीं है, എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. ഞാൻ മെഷീനിൽ ഓടുന്ന ആളൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു ഭയവും ഇല്ല. ജബ് തും ബേകാം ഹോ ജാത്തി ഹോ തബ് തുമാര ശരീർ കിസി കാം നഹി ആത്ത. ആ മെഷീൻ എങ്ങാനും ഫെയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ശരീരം കൊണ്ട് ഒരു ഉപകാരമില്ല. ജബ്കി മേരെ ശരീർ കാ ഏക് ടുക്കട കിസി ന കിസി കാം ആത്താ ഹെ, എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ അവയവങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പറ്റുന്നതാണ്, പ്രവൃത്തികൾക്ക് പറ്റുന്നതാണ്. ചാഹെ വഹ് മുജ്മേ ലഗ ലോഹെ ഹോയാ ലക്കടി, അതാണ് ലോഹയും ലക്കടിയും തമ്മിലുള്ള വ്യത്യാസം. തും വിജ്ഞാൻ കി ദേൻ ഹോ, നീ ശാസ്ത്രത്തിൻ്റെ എന്താണ് ദാനമാണ്. ആധുനിക് വൈജ്ഞാനികോനെ മേര അനുകരൺ കർക്കെ ഹി തുമേ ജന്മ ദിയാ ഹെ, എന്താ പുതിയ ശാസ്ത്രജ്ഞരെ സയൻറ്റിസ്റ്റുമാരെ എന്നെ കണ്ടുകൊണ്ടാണ് നിന്നെ നിർമ്മിച്ചിട്ടുള്ളത്, എന്നെ അനുകരിച്ചിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. വൈജ്ഞാനികർ ശരിയല്ലേ, ബയൽഗാഡിയെ കണ്ടിട്ടാണ് എന്തുണ്ടാക്കിയത്, മോട്ടർ ജന്മ ദിയാ ഹെ. യദി മേം ന ഹോത്തി തോ, ഒരു പക്ഷേ ഞാനില്ലായിരുന്നെങ്കിൽ തുമ്പി ന ഹുയി ഹോത്തി, നീയും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ സയൻറ്റിസ്റ്റുമാരെ ശാസ്ത്രജ്ഞന്മാരെ എന്നെ കണ്ടിട്ട് എന്നെ അനുകരിച്ചാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ യദി മേം ന ഹോത്തി തോ തുമ്പി ന ഹുയി ഹോത്തി, മേം ഹി തുമാരി ജന്മദാത്രി ഹോ, അപ്പം ഞാനാണ് നിൻ്റെ ജന്മദാത്രി. വഹ് ഗൗരവ് മുझे ഹി പ്രാപ്തി ഹെ, ആ ഒരു അഭിമാനം എനിക്കുണ്ട്. തുമേം നെഹിം, നിനക്കില്ലെങ്കിലും. അബ് ജാവോ, നീ പോ, ഞാൻ നിൻ്റെ ജന്മദാത്രിയാണ്, ഇപ്പോൾ നീ പോ. സടക്ക് ഖാലി പടി ഹെ, റോഡൊക്കെ കാലിയായി കിടക്കുകയാണ്. ഉസ് പർ ദൗഡോ, അതിലേക്കൂടെ നീ ഓടിക്കോ. മുझे ചുപ്ചാപ്പ്, എന്നെ ഇവിടെ വെറുതെ വിശ്രമിക്കാൻ അനുവദിക്കണം, നീ പോയിക്കോ എന്ന് പറഞ്ഞു. മനസ്സിലോ? बैलगाड़ी यदि इतना दम न होता तो हज़ारों वर्षों से यात्रियों की सेवा न करती आ रही होती. मैं सदियों से इसी तरह का जीवन बिताती आ रही हूँ. मैंने अपना रंग रूप नहीं बदला है. मेरी जो शक्ति है उस पर मेरा अधिकार है. हालांकि जो यंत्र तुम्हारे दास है वही तुम्हारे जीवन का अंत भी कर देते हैं. मुझे ऐसा कोई भय नहीं है. जब तुम बेकाम हो जाती हो तब तुम्हारा शरीर किसी काम नहीं आता, जबकि मेरे शरीर का एक एक टुकड़ा किसी न किसी काम आता है, चाहे वह मुझ में लगा लोहे या लकड़ी. तुम विज्ञान की देन हो. आधुनिक वैज्ञानिकों ने मेरा अनुकरण करके ही तुम्हें जन्म दिया है. यदि मैं न होती तो तुम भी न हुई होती. मैं ही तुम्हारी जन्मदात्री हूँ. അപ്പം ആരുടെ ജന്മദാത്രി? മോട്ടറിൻ്റെ ജന്മദാത്രി ആരാ? ബയൽഗാഡി. അപ്പോൾ ഗൗരവ് മുझे ही प्राप्त है.
എന്താണ്, ആ ഒരു അഭിമാനം എനിക്കുണ്ട്. ഞാനാണല്ലോ നിൻ്റെ ജന്മദാത്രി. തുമേ നെഹി, നിനക്കില്ല. അബ് ജാവോ സടക്ക് ഖാലി പടി ഹേ ഉസ് पर दौड़ो और चुपचाप वहीं विश्राम करने दो. അപ്പോൾ our chapter is over. All of you listen. Read well this chapter 5 times minimum. Okay, next 37, page number 37. Important word meanings. The listen. Shabdarth, word meaning. Ladli. Ladli means dear. Tarkol, coal tar. Khandhak, ditch. Upasika, female worshipper. Dehat, village. Kair, डरपोक, कवार्ड. वीरांकना, साहस से भरी, ब्रेव. अनुकरण, नकल, टू फॉलो. जन्मदात्री, जन्म देने वाली, मदर. വിശ്രാം, ആരാം, റെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഞാൻ നിൻ്റെ ജന്മദാത, ഞാനാണ് നിൻ്റെ മദർ, നിന്നെ സൃഷ്ടിക്കാനുള്ള കാരണം ഞാനാണെന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ ലാഡ്ലി, പ്യാരി, ഡിയർ. താർക്കോൽ, ഡാമ, കോൾട്ടാർ. ഗന്ധക്, ഘായി, ഡിച്ച്. उपासिका, पूजा करने वाली, फीमेल वर्शिपर. देहात, गाँव, विलेज. कायर, टरपोक, कवाड. वीरांकना, साहस से भरी, ब्रेव. अनुकरण, नकल, टू फॉलो. जन्मदात्री, जन्म देने वाली, मदर. विश्राम, आराम, रेस्ट. लिसन. प्रश्नों के उत्तर दे. आंसर दीज क्वेश्चंस. फर्स्ट क्वेश्चन, मौखिक, ओरल क्वेश्चंस. मोटर कैसी सड़क पर चल सकती है? മോട്ടർ കൈസി സടക്ക് പർ ചൽത്തി ഹേ. ഇപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ് സ്കിപ്പ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. Which is the question word this question? Yes, kaisi. Kaisi is underline. The word kaisi underline. മോട്ടർ കൈസി എങ്ങനെയുള്ള റോഡിലൂടെയാണ് പോകുന്നത്, എങ്ങനെയുള്ള റോഡിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. യെസ്, അപ്പോൾ കൈസി എന്ന് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ എഴുതേണ്ടതാണ് താർക്കോൽ ബിച്ചി. താർക്കോൽ ബിച്ചി പക്കി സടക്ക് പർ. നല്ല റോഡ്, ടാർക്കോൾ വിരിച്ചിട്ടുള്ള പക്കി സടക്ക് പർ ചൽ സക്തി ഹേ. സടക്ക് അവിടെ തന്നെ ഉണ്ട്. ആരും ഇത് മാത്രം ആൻസർ നോട്ട്ബുക്കിൽ എഴുതരുത്, ക്വസ്റ്റ്യൻ ചേർത്തിട്ട് വേണം ആൻസർ എഴുതാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. മോട്ടർ താർക്കോൽ ബിച്ചി പക്കി സടക്ക് പർ ചൽ സക്തി ഹേ. मोटर कैसी सड़क पर चल सकती है? മോട്ടർ താർക്കോൽ, കൈസി സ്കിപ്പ് ചെയ്തിട്ട് അവിടെയാണ് ഇത് എഴുതേണ്ടത്. മോട്ടർ താർക്കോൽ ബിച്ചി പക്കി സടക്ക് പർ ചൽ സക്തി ഹേ. മോട്ടർ താർക്കോൽ ബിച്ചി പക്കി സടക്ക് പർ ചൽ സക്തി ഹേ. സെക്കൻഡ് വൺ, Have you get? Yes. मोटर का जन्म कहाँ हुआ था? What is the meaning? मोटर का जन्म कहाँ हुआ था? What is the question word? This question? Yes, correct. कहाँ. Skip the question word कहाँ. The word underline कहाँ. കഹാം അണ്ടർലൈൻ ചെയ്യുക, അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് എഴുതുക മോട്ടർ കാ ജൻ. മോട്ടർ കാ ജൻ അമേരിക്ക മേ ഹുവാ ഥാ. സംയുക്ത രാജ്യ അമേരിക്ക എന്നൊക്കെ ഉണ്ട്, അമേരിക്ക എന്ന് മാത്രം എഴുതിയാൽ മതി തൽക്കാലം. അമേരിക്ക മേ, ബാക്കി ക്വസ്റ്റ്യനിലുണ്ട് ഹുവാ ഥാ. മോട്ടർ കാ ജന്മ കഹാ ഹുവാ ഥാ? മോട്ടർ കാ ജൻ അമേരിക്ക മേ ഹുവാ ഥാ. Okay.
Third one, बैलगाड़ी और मोटर किस किस से बनी है? बैलगाड़ी और मोटर കിസ് കിസ് സേ ബനി ഹെ. ബൈൽഗാഡിയും മോട്ടറും എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പോൾ കിസ് കിസ് സേ എന്ന് അവോയ്ഡ് ചെയ്തിട്ട് बैलगाड़ी और मोटर लोहे और लकड़ी से बनी हुई है. സോറി, അത് ആൻസർ മുഴുവൻ ഞാനിവിടെ എഴുതി തരാം. बैलगाड़ी और मोटर കിസ് കിസ് സേ ബനി ഹുയി ഹെ എന്നല്ലേ. ആ ഫുൾ ആൻസർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യും വേണ്ട, ആഡ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ എഴുതിയാൽ മതി. बैलगाड़ी लकड़ी से, बैलगाड़ी लकड़ी से, मोटर लोहे से बनी हुई है. बैलगाड़ी लकड़ी से, मोटर लोहे से बनी हुई है. ओके. फोर्थ क्वेश्चन, മോട്ടർ की ജന്മദാത്രി कौन है? ആരാണ് മോട്ടറിൻ്റെ ജന്മദാത്രി? മോട്ടർ की ജന്മദാത്രി, സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്? കോൺ. കോൺ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. മോട്ടർ की ജന്മദാത്രി बैलगाड़ी है. മോട്ടർ की ജന്മദാത്രി, ഞാൻ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ, സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. ഖോൻ അവോയ്ഡ് ചെയ്തിട്ട് എഴുതുക. बैलगाड़ी. बैलगाड़ी. ലിസൺ വൺസ് മോർ. നിങ്ങൾ എഴുതേണ്ടത് നോട്ട്ബുക്കിൽ ഇങ്ങനെ തന്നെ ആവണം. മോട്ടർ കൈസി സടക് പർ ചൽ സക്തി ഹേ. മോട്ടർ താർക്കോൽ ബിച്ചി पक्की सड़क पर चल सकती है. ओके. सेकंड वन, मोटर का जन्म कहाँ हुआ था? മോട്ടറിൻ്റെ ജന്മം എവിടെയായിരുന്നു? മോട്ടർ കാ ജന്म अमेरिका में हुआ था. अमेरिका में हुआ था. थर्ड वन, बैलगाड़ी और मोटर किस किस से बनी है? बैलगाड़ी और मोटर किस किस से बनी हुई है? बैलगाड़ी मोटर എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? बैलगाड़ी लकड़ी से, मोटर लोहे से बनी हुई है. बैलगाड़ी ലക്കടി വുഡ് കൊണ്ടും മോട്ടർ ലോഹം കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. बैलगाड़ी लकड़ी से, मोटर लोहे से बनी हुई है. फोर्थ वन, मौखिक लास्ट क्वेश्चन, मोटर की जन्मदात्री कौन है? मोटर की जन्मदात्री बैलगाड़ी है. मोटर की जन्मदात्री बैलगाड़ी है. राइट इट डाउन फास्ट. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴാണോ ക്ലാസ് നടക്കുന്നത് അപ്പോൾ എഴുതി തരുന്നൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു നീറ്റ്നെസ് നിങ്ങൾക്ക് കിട്ടൂല. പലതും വിട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി എളുപ്പം എഴുതാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നോട്ട് എഴുതുമ്പോൾ അത് പിറ്റേ സമയത്തേക്ക് അല്ലെങ്കിൽ അടുത്ത സമയത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അപ്പോൾ തന്നെ നോട്ട് എഴുതുക. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ, ക്ലാസ് ചാപ്റ്ററാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ അത് വായിക്കുക. ക്ലാസ് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഫോൺ ഓഫാക്കി ഇട്ടെറിഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. ഫോൺ ഓഫാക്കി വെക്കുക. എത്രത്തോളം പഠിച്ചോ അത്രയും വായിക്കുക.
ഇനി ആക്ടിവിറ്റീസിൻ്റെ സമയത്താണെങ്കിൽ നോട്ട്ബുക്ക് അടുത്ത് വെച്ചിട്ട് എഴുതുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സിമ്പിളായിട്ട് പോസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നീട് മാറ്റി വെച്ചാൽ ഒന്നും കിട്ടില്ല, ആകെ ബ്ലാങ്ക് ആയി പോവും, അർത്ഥവും മനസ്സിലാവില്ല, പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. लिखित क्वेश्चन, रिटर्न क्वेश्चन. फर्स्ट क्वेश्चन, मोटर और बैलगाड़ी के दो दो गुण लिखिए. മോട്ടറിൻ്റെയും ബൈൽഗാഡിയുടെയും ഈ രണ്ട് ഗുണത്തെക്കുറിച്ച് എഴുതാനാണ്. മോട്ടർ और बैलगाड़ी के, okay, have you done this? Okay. മോട്ടർ और बैलगाड़ी की दो दो गुण, ഈ രണ്ട് ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. മോട്ടർ അപ്പം നമുക്ക് ഈ രണ്ട് ഗുണമൊന്നും എഴുതണ്ട, ഓരോ ഗുണങ്ങൾ നിങ്ങൾ എഴുതിയാലും പഠിച്ചാലും മതി. ശ്രദ്ധിക്കുക. മോട്ടർ കം സമയം ലംബി യാത്ര കർ സക്തി ഹേ. മോട്ടർ എന്ന് എഴുതിയിട്ട് അവിടെ തന്നെ എഴുതാം. ആദ്യം ടെക്സ്റ്റിൽ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് പെൻസിൽ. ആഫ്റ്റർ you can write in your notebook. Okay, first you can write pencil. മോട്ടർ और बैलगाड़ी. അപ്പോൾ മോട്ടർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ട് എഴുതുക. കം സമയം ലംബി യാത്ര കർ സക്തി ഹേ. കം സമയമേ ലംബി യാത്ര. കം സമയം, കുറഞ്ഞ സമയം കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാൻ ആർക്ക് പറ്റും? മോട്ടറിന് പറ്റും. ഇനി എന്താണ് ബൈൽഗാഡി? ബൈൽഗാഡിൻ്റെ ഒരു ഗുണം പ്രദൂഷൺ ന ഫൈലാക്കർ. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രദൂഷൺ, പരിസര മലിനീകരണം. പ്രദൂഷൺ ന ഫൈല. നാ എഴുതാൻ മറക്കരുത്. നാന്ന് വെച്ചാൽ നെഹി എന്നാണ് അർത്ഥം. നാ എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ്? എന്താ അതിൻ്റെ അർത്ഥം? ബൈൽഗാഡി പരിസരം മലിനമാക്കുന്നു എന്നാണ്. പ്രദൂഷൺ ന ഫൈലാക്കർ, പരിസരം മലിനമാക്കാതെ, അതായത് പുകയും പൊടിയൊന്നും കൂടാതെ, കിസി ഭി പ്രകാർ കി സടക് പർ, കിസി ഭി പ്രകാർ, എങ്ങനെയുള്ള റോഡ് കൂടെ വേണമെങ്കിലും, സടക് പർ चल सकता है. प्रदूषण न फैलाकर किसी भी प्रकार की सड़क पर चल सकता है. പ്രദൂഷൺ ഒന്നും കൂടാതെ എങ്ങനെയുള്ള റോഡിലൂടെ വേണമെങ്കിലും ഓടാൻ ആർക്ക് സാധിക്കും? ബൈൽഗാഡിക്ക് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ, മോട്ടർ എങ്ങനെ, മോട്ടറിൻ്റെ വിശേഷത എന്ന് പറയുന്നത് കം സമയമേ, കുറഞ്ഞ സമയം കൊണ്ട് ലംബി യാത്ര, ദൂരയാത്രകൾ ചെയ്യാൻ ആർക്ക് പറ്റും? മോട്ടറിന് പറ്റും. എന്നാൽ ബൈൽഗാഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രദൂഷൺ ന ഫൈലാക്കർ. പ്രദൂഷൺ ന ഫൈലാക്കർ എന്താണ്? പരിസരം ഒന്നും മലിനമാക്കാതെ കിസി ഭീ പ്രകാർക്കി, എങ്ങനെയുള്ള റോഡുകളിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ ആർക്ക് പറ്റും? ബൈൽഗാഡിക്ക് സാധിക്കും. सेकंड वन, मोटर के कौन कौन से दोष पाठ में बताए गए हैं. ഇനി മോട്ടറിൻ്റെ എന്തൊക്കെ ദോഷങ്ങളാണ് പാഠത്തിൽ പറയപ്പെടുന്നത്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നും ആഡ് ചെയ്യണ്ട, ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ലിഖിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. സെക്കൻഡ് വൺ അതാ പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾക്ക് വീഡിയോ ഇല്ലാത്ത സമയത്ത്, ക്ലാസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. അതുകൊണ്ടാണ് അപ്പോഴേ എഴുതാൻ പറയുന്നത്. മോട്ടർക്ക് കോൻ കോൺസെ ദോഷം, എന്തൊക്കെ ദോഷങ്ങളാണ് പാഠത്തിൽ പറയുന്നതാണ്. നമുക്ക് കുറച്ച് എഴുതാം. പ്രദൂഷൺ ഫൈലാത്തി ഹേ,
പ്രദൂഷൺ മലിനീകരണം. ഫൈലാത്തി ഹെ, ഇവിടെ ഞാൻ എഴുതരുത്, ഇവിടെ പ്രദൂഷൺ നാന്ന് ഇവിടെ എഴുതാം, ബൽഗാഡിക്ക് എഴുതാൻ പറ്റും. ബൽഗാഡിയാണ് പരിസര മലിനീകരണം ഒന്നും ഉണ്ടാക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്, പുകയും പൊടിയൊന്നും ഇല്ലാതെ. എന്നാൽ മോട്ടറിന് പുകയും പൊടിയൊക്കെ ഉണ്ട്, അപ്പം ഞാൻ ഇവിടെ വേണ്ട. പ്രദൂഷൺ ഫൈലാത്തി ഹേ. പിന്നെയോ അധിഗതിക്ക് കാരണം, അധിക വേഗത കാരണം, ഗതിക്ക് कारण, अधिक गति के कारण दुर्घटना की आशंका होती है. दुर्घटना मीन्स दुर्घटना की एक्सीडेंट आटा दुर्घटना आशंका होती है. അപ്പം രണ്ടെണ്ണേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത്? മോട്ടർ കെ കോൺ സെ ദോഷ്, എന്തെല്ലാം ദോഷങ്ങളെക്കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത് എന്ന് രണ്ടെണ്ണം നമ്മളിവിടെ എഴുതി നിർബന്ധമായിട്ടും പഠിക്കുക. പ്രദൂഷൺ ഫൈലാത്തി ഹേ, അധിക ഗതിക്ക് കാരൺ, ദുർഘടനാക്കി ആശങ്ക ഹോത്തി ഹേ. ഇതും ഇതുപോലെ എഴുതിയാൽ മതി, സ്കിപ്പ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ അങ്ങ് എഴുതാം. പ്രദൂഷൺ ഫൈലാത്തി ഹേ, എന്താ? മലിനീകരണം വ്യാപിക്കുന്നു. അധിക ഗതിക്ക് കാരണം, കൂടുതൽ വേഗത കാരണം, ദുർഘടന ആക്സിഡൻറ്റിൻ്റെ ആശങ്ക ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് ദോഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പം ടുഡേ ദാറ്റ്സ് ഇനഫ്. The rest in the next class. Okay, thank you. See you next class. Bye.